ഹലോ ചങ്ങായിമാരെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് എല്ലൊക്കെ വേവിച്ച് നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാരെ ആരെയും കാണാനില്ലായിരുന്നു. അന്ന് എല്ലാവരും കൂടി നമ്മൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പിന്നെ ബാക്കി എല്ലാവരും വന്ന് കൂടി കഴിച്ചിട്ടാണ് പോയത്. നമ്മൾ ഒരു കലത്തിനകത്ത് പകുതിയോളം നമ്മൾ എല്ലാവർക്കും കൂടെ വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടയിൽ നിന്ന് ബാലൻസ് സാധനം കിട്ടത്തില്ല, ഈ എല്ലൊക്കെ അങ്ങനെ കണ്ട് വേസ്റ്റ് സാധനം പോലെ അതൊക്കെ വേവിച്ച് കൊടുത്തിട്ട് ഈ പോത്തിൻ്റെയൊക്കെ. എന്തായാലും അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അവർക്കൊക്കെ. പിന്നെ നമ്മുടെ തെരുവുപിള്ളേരെല്ലാം കൂടി ഇന്ന് ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, 2 ദിവസമായി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെല്ലാം കൂടി ഓടി വന്നതാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇവരെങ്ങും ഇവിടെ കാണാനുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എവിടെ പോയെന്നൊന്ന് ഓർത്തു കേട്ടോ. അതേ ഇപ്പം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് റോഡ് കാണാൻ കേട്ടോ. റോഡിൻ്റെ അവിടെ നോക്കിയപ്പോൾ എല്ലാവരും കൂടി അവിടെ കിടക്കുന്നു. ശരിക്കും എന്നെ കാണാത്തതുകൊണ്ട് അവർ എന്നെ രാത്രി തിരക്കി വന്നതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും കഴിക്കാനും കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ 3 മണിക്കത്തെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉണ്ട പുഴുങ്ങിയത്, കൊഴുക്കട്ട ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ കൊടുത്തു കേട്ടോ. പിള്ളേർ കഴിക്കാത്ത സാധനമാണല്ലോ, നമ്മളെപ്പോഴും ബിസ്ക്കറ്റും ചോറും അങ്ങനെ കണ്ടതൊക്കെ കൊടുക്കും, പുട്ട് അപ്പമൊക്കെ കൊടുക്കും. അപ്പം ഉണ്ട പുഴുങ്ങിയതിൻ്റെ ടേസ്റ്റ് അവർ അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു കേട്ടോ അവർക്ക്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോട് രാത്രി ഇരുട്ടത്താണേലും നമ്മൾ റോട്ടിയിലിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇലയൊന്നും എടുക്കാൻ നിന്നില്ല, അങ്ങനെ കൊടുത്തേ. പിന്നെ ഇവനുണ്ടല്ലോ ഒരു ഗർഭിണി, ഏകദേശം വയറ് വീർത്തിരിക്കുവാണ്. താമസിക്കാതെ പ്രഗ്നൻ്റ് ആവുമെന്ന് തോന്നണം കേട്ടോ. രാത്രി നമ്മൾ ഈ ടീമും മഴയത്ത് വന്നതാണ് കേട്ടോ. നല്ല അത്യാവശ്യം ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് മിണ്ടത്തില്ലേ, കരയത്തോ കുരയ്ക്കത്തോ ഒന്നുമില്ല, മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ രാത്രി വന്ന ഒരു ഗർഭിണിക്ക് നമ്മൾ ഫുഡ് കൊടുത്തു. പിന്നെ അത് രാവിലെ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടാണ് കേട്ടോ മൂപ്പരുടെ ഹസ്ബൻഡും വൈഫുമാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും ചുമ്മാ കിടക്കുന്ന കേട്ടോ, മൂപ്പറ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ തെരുവ് പിള്ളേർ, ഇവർക്കെല്ലാം ബിസ്ക്കറ്റായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ കൊടുത്ത്. എല്ലാം തീറ്റ കഴിഞ്ഞിട്ട് വാലൊക്കെ ആട്ടി സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കേട്ടോ.